Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഈ പിക്ചർ ഒബ്സർവ് ചെയ്ത് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഈ പിക്ചർ ഒരു ട്രാൻസ്ഫോർമർ സെറ്റപ്പ് ആണ് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ എ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിൽ കണ്ടിന്യൂവസ് ആയി ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് ഇതിന്റെ റീസൺ നോക്കാം. പ്രൈമറി സർക്യൂട്ടിൽ ഒരു DC സോഴ്സ് അഥവാ ബാറ്ററി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓൺ പൊസിഷനിൽ ആയിരിക്കുമ്പോൾ പ്രൈമറി കോയിലിലെ കറന്റ് സ്റ്റഡി അഥവാ കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് കറന്റ് കോയിലിനു ചുറ്റും ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പൽ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാകാത്തതുകൊണ്ട് കണ്ടിന്യൂവസ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കാം. സെക്കൻഡറി കോയിലിൽ കണ്ടിന്യൂവസ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൈമറി സർക്യൂട്ടിൽ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്? ഇതിന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ്. പ്രൈമറി സർക്യൂട്ടിലെ DC സോഴ്സിന് പകരം ഒരു AC സോഴ്സ് കണക്ട് ചെയ്യുക. AC സോഴ്സ് യൂസ് ചെയ്യുമ്പോൾ കറന്റിന്റെ ഇന്റൻസിറ്റിയും ഡയറക്ഷനും കണ്ടിന്യൂവസ് ആയി ചേഞ്ച് ചെയ്യും. ഇത് മാഗ്നറ്റിക് ഫീൽഡിലും കണ്ടിന്യൂവസ് ചേഞ്ച് ഉണ്ടാക്കുകയും സെക്കൻഡറി കോയിലിൽ കണ്ടിന്യൂവസ് കറന്റ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.